ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കേരള യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ PG/CS അതേപോലെ FYUGP CSS എക്സാം എഴുതാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ അപ്ലൈ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഏപ്രിൽ 30 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അധികം വൈകിക്കേണ്ട, സ്വയം ചെയ്യാൻ പറ്റുന്നവർക്ക് ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഉള്ള ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസും കേരള യൂണിവേഴ്സിറ്റി കോളേജും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, കേരള യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അലോട്ട്മെൻറ്റ് വഴിയാണ്. അത് നമ്മുടെ മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അലോട്ട്മെൻറ്റ് ഏതൊക്കെ കോളേജിൽ വേണം നമുക്ക് അഡ്മിഷൻ എന്നുള്ള ലിസ്റ്റ് നമ്മൾ സാധാ +2 കഴിഞ്ഞിട്ട് നമ്മൾ ഡിഗ്രിക്ക് ചേരുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തില്ലേ. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കും കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസും കേരള യൂണിവേഴ്സിറ്റി കോളേജും നമ്മൾ എന്താണ് വ്യത്യാസം, അതേപോലെ തന്നെ അഡ്മിഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെ. ഉണ്ട്, രണ്ടിലും വ്യത്യാസമുണ്ട്. കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉള്ളത് കാര്യവട്ടത്താണ്, കാര്യവട്ടം ക്യാമ്പസ് എന്നത് അറിയപ്പെടുന്നു. അതേപോലെ കേരള യൂണിവേഴ്സിറ്റി കോളേജ് ഉള്ളത് പാളയത്താണ്, അത് യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് അറിയപ്പെടുന്നു, UC കോളേജ്. ഓക്കെ, അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി കോളേജിലാണ് അഡ്മിഷൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ +2 ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും 2 വിഭാഗക്കാരുടെ റിസൾട്ട് വരണം. റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് കേരള യൂണിവേഴ്സിറ്റി സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി, PG ആണെങ്കിൽ PG, ആ അഫിലിയേറ്റഡ് കോളേജസ് ഉണ്ടാവും. കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള അഫിലിയേറ്റഡ് കോളേജസ്, എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി കോളേജ് പാളയം, SM കോളേജ് കൊല്ലം, അതേപോലെ ഫാത്തിമ കോളേജ് കൊല്ലത്തുള്ള കോളേജും അതേപോലെ തിരുവനന്തപുരത്തുള്ള കോളേജും കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരും. അപ്പോൾ ആ കോളേജസിൻ്റെ പേര് നമ്മൾ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജോയിൻ ചെയ്യാനുള്ള നമുക്ക് ആഗ്രഹം ഉണ്ടാവും, ഇന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള കോളേജസിൻ്റെ പേര് ആദ്യം കൊടുക്കുക. സെക്കൻഡ് പ്രിഫറൻസ്, തേർഡ് പ്രിഫറൻസ്, അങ്ങനെ 20 പ്രിഫറൻസോളം കൊടുക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ കൊടുക്കുക. രണ്ടിലും സെയിം തന്നെ. +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും സെയിം തന്നെ, ഡിഗ്രി കഴിഞ്ഞിട്ട് PGക്ക് അപ്ലൈ ചെയ്യുമ്പോഴും സെയിം പ്രൊസീജിയർ. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് വരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുന്നേ ട്രയലുണ്ട്. ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ട്രയൽ അലോട്ട്മെൻറ്റ് വലിയ കാര്യമില്ല, എന്നാൽ നമുക്ക് ഉറപ്പിക്കാം ഇന്ന സ്ഥലത്ത് സീറ്റ് കിട്ടുന്നു. ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഫസ്റ്റ് ചാൻസ് കൊടുത്ത കോളേജസിൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ മിഡിലുള്ള കോളേജസ് ആവും, ചിലപ്പോൾ ലാസ്റ്റിലുള്ള കോളേജസ് ആയിരിക്കും. ഈ അലോട്ട്മെൻ്റ് ഒക്കെ വരുന്നത് നമ്മുടെ മാർക്കിൻ്റെ ബേസിസിലാണ്. ഏറ്റവും കൂടുതൽ ഹൈസ്റ്റ് മാർക്കുള്ള ആൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത കോളേജ് കിട്ടും. ചില മാർക്ക് കുറയുകയാണെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് പോകും. ചിലർക്ക് അഡ്മിഷൻ കിട്ടാത്തവർ പോലും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി കോളേജുകളിലും അതേപോലെ അഫിലിയേറ്റഡ് കോളേജുകളിലും അഡ്മിഷൻ കിട്ടുന്നത്. പിന്നെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായാലും എൻട്രൻസ് എക്സാം എഴുതണം. അതായത് FYUGP ആണെങ്കിലും അതേപോലെ PG ആണെങ്കിലും എൻട്രൻസ് എഴുതി കഴിഞ്ഞാലേ അഡ്മിഷൻ കിട്ടുള്ളൂ. പിന്നെ എൻട്രൻസ് എക്സാം FYUGPയുടെ ആയാലും PGയുടെ ആയാലും രണ്ടും ഒബ്ജക്റ്റീവ് ആണ്. അതായത് MCQ ടൈപ്പിലായിട്ട് നമുക്ക് വെട്ടും കുറിയൊന്നും എഴുതാൻ പാടില്ല, ഒരൊറ്റ മാർക്ക് ഇടാൻ പാടുള്ളൂ. അതേപോലെ മൈനസ് മാർക്കും ഉണ്ട്. പിന്നെ സബ്ജക്റ്റീവ് ഇല്ല. ഓക്കെ, കുറേ പേര് ഡൗട്ട് ചോദിച്ചിരുന്നു MCQ ആണോ അതോ സബ്ജക്റ്റീവ് ആണോ എന്ന് ചോദിച്ചായിരുന്നു. പിന്നെ ഹോസ്റ്റലിൻ്റെ കാര്യത്തിൽ ചോദിച്ചായിരുന്നു. ഹോസ്റ്റലിൻ്റെ കാര്യത്തിൽ നമുക്ക് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടുന്നത് നമ്മുടെ ഡിസ്റ്റൻസ് ബേസ്ഡാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടത്തില്ല. ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് 1 മന്തോ 2 മന്തോ നമ്മൾ പുറത്ത് പ്രൈവറ്റ് ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യണം. അതിനുശേഷം ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടണമെങ്കിലും ഹോസ്റ്റലിൽ അലോട്ട്മെൻറ്റ് ഉണ്ട്. ഡിസ്റ്റൻസ് ബേസ്ഡാണ് അലോട്ട്മെൻറ്റ് ഉള്ളത്. അതായത് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളവർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടും. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഉള്ളവർ. പിന്നെ അതേപോലെ റിസർവേഷൻ കാറ്റഗറീസും നോക്കും. അതേപോലെ EWയിൽ ഹോസ്റ്റൽ കിട്ടുന്നത്, SC/STയുടെ ഹോസ്റ്റൽ കിട്ടൽ, അങ്ങനെയൊക്കെ നോക്കുന്നവരും ഉണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചത് ഏതൊക്കെ കോഴ്സുകളാണെന്നുള്ളതെന്ന്. അത് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സുകളാണെന്നുള്ളതെന്ന് അതിൽ കാണാൻ പറ്റും എൻട്രൻസ് എക്സാം അപ്ലൈ ചെയ്യുന്നവർക്ക്. ഓക്കെ, എൻട്രൻസ് എക്സാം ഇപ്പോൾ 30th ഉള്ളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാം വരുന്നത് ഒരു മെയ് മിഡൊക്കെ ആയിട്ടായിരിക്കും. മെയ് 20s ഒക്കെ ആയിട്ടായിരിക്കും എൻട്രൻസ് എക്സാം വരുന്നത്. എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ട് ജൂൺ സ്റ്റാർട്ടൊക്കെ ആകുമ്പോഴായിരിക്കും റിസൾട്ട് വരുന്നത്. റിസൾട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ അതിന് ശേഷം അവിടെ നിന്ന് കോൾ വരും, ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂവിന് പേടിക്കാനൊന്നുമില്ല, ഒന്നും ചോദിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് ഒന്ന് വെരിഫൈ ചെയ്യും. അപ്പോൾ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് മെമോ വരികയാണെന്നുണ്ടെങ്കിൽ മെമോ വരുന്നവർ തീർച്ചയായിട്ടും
പോകണം, കോളേജിലേക്ക് പോകണം. അതിപ്പോൾ എത്ര ഡിസ്റ്റൻസ് അയക്കാനായാലും നമ്മുടെ അഡ്മിഷൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ എൻ്റെ വീട് തൃശ്ശൂരായിരുന്നു. ഞാനപ്പോൾ തലേ ദിവസം ഇറങ്ങിയിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും വന്നു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. ബൈ ചാൻസ് എനിക്ക് കിട്ടി. പക്ഷെ ഞാൻ അന്ന് ട്രെയിൻ കയറി വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് കിട്ടില്ലായിരുന്നു. ഞാനിപ്പോഴും തിരുവനന്തപുരത്ത് തന്നെയാണ്. ഞാൻ തിരുവനന്തപുരത്ത് പിന്നെ പോയിട്ടില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിന് മെമോ വന്നു കഴിഞ്ഞാൽ എന്തായാലും വരണം. പിന്നെ ക്യാമ്പസ് അടിപൊളിയാണ്. പിന്നെ ബേസ്ഡ് ഓൺ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നമ്മുടെ കൊളീഗ്സ് എങ്ങനെയാണ് അതുപോലെ ഇരിക്കും നമ്മുടെ ക്യാമ്പസ് വൈബ്സൊക്കെ. ഒരുപാട് ഇൻസ്റ്റാഗ്രാം ചാനൽസൊക്കെ ഉണ്ട്, ക്യാമ്പസ് വൈബ്സ്, അതുപോലെ ക്യാമ്പസ് തിങ്സ്, ഹെയർ ക്യാമ്പസ് എൻ്റെയാണ്. അതുപോലെ ഒരുപാട് ഇൻസ്റ്റാഗ്രാം ചാനൽസൊക്കെ ഉണ്ട്. അതേപോലെ യൂട്യൂബ് വീഡിയോസൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഫെസ്റ്റിവൽസും അതേപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും ഒക്കെ കാണാൻ പറ്റും. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ക്യാമ്പസ് ടൂർ ചെയ്തിട്ടുണ്ട്, ഹോസ്റ്റൽ ടൂർ, അതേപോലെ PG ഹോസ്റ്റൽസ് നിയർ ക്യാമ്പസ്, അങ്ങനെ ഒരുപാട് ക്യാമ്പസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവർ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.